അനന്തു കൃഷ്ണനെ ന്യായീകരിച്ച് ലാലി വിൻസെന്റ് രംഗത്ത് വരികയും ചെയ്തു. ഞാൻ അനന്തു കൃഷ്ണന് നിയമോപദേശം കൊടുത്തിട്ടുണ്ട് എന്നത് സത്യമായ കാര്യമാണ്. സാമ്പത്തിക തട്ടിപ്പ് ആ ശതമാനവും തെറ്റുമാണ്. അങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നും ചെയ്തതായി എന്റെ അറിവിലില്ല. പോലീസ് അന്വേഷിച്ചു കഴിയുമ്പോൾ അത് ഏത് ഏജൻസികൾ അന്വേഷിച്ചാലും അനന്തു കൃഷ്ണൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടും. പോലീസ് അന്വേഷിക്കട്ടെ. പോലീസിന് കൃത്യമായി മനസ്സിലാകും അനന്തു കൃഷ്ണന്റെ ഭാഗത്തു നിന്ന് നിയമത്തിനെതിരായോ സാമ്പത്തിക ക്രമക്കേടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടും. ന്യായവും നീതിയും ലഭിക്കേണ്ട ചെറുപ്പക്കാരനാണ് അനന്തു കൃഷ്ണൻ. 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു സംഘടനയുടെ ഭാഗമായി നടത്തിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ബഹുമാനമാണ്. തട്ടിപ്പിനിരയായവരുടെ പരാതികൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് അനന്തു കൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയത് നമ്മളിപ്പോൾ കണ്ടത്. പോലീസിന്റെ അന്വേഷണത്തിൽ അനന്തു കൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയുമെന്ന വിശ്വാസമാണ് ലാലി വിൻസെന്റിന് ഇപ്പോഴുമുള്ളത്. ലാലി വിൻസെന്റ് കൂടി പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ എന്നതാണ് മറ്റൊരു വസ്തുത. അനന്തു കൃഷ്ണന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും പോലീസ് ഇതിനിടെ അന്വേഷണ വിധേയമാക്കുകയാണ്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ഈ തട്ടിപ്പിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ ദേവസ്യ നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. 2000-ലേറെ പരാതികളാണ് കണ്ണൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. രാഹുൽ വിജയൻ നമ്മളോടൊപ്പം ചേരുന്നു തൊടുപുഴയിൽ നിന്ന്. അനന്തു കൃഷ്ണന്റെ നാടാണ് തൊടുപുഴ. ഏത് തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വമാണ് അനന്തു കൃഷ്ണൻ ഉണ്ടായിരുന്നത് എന്ന് രാഹുലിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് ആദ്യം പോകാനുള്ളത് തട്ടിപ്പ് എത്രത്തോളം വ്യാപ്തിയുള്ളതാണ്, എത്ര പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്, എത്ര കോടികൾ ഇതിന്റെ ഭാഗമായി സമാഹരിച്ചിട്ടുണ്ട് അനന്തു കൃഷ്ണൻ, ആരൊക്കെ ഇതിന്റെ ഭാഗമായി കണ്ണികളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യമാണ് നമുക്ക് ആദ്യം പരിശോധിക്കാനുള്ളത്. ശ്യാംകുമാർ ആ വിവരങ്ങൾ നൽകും എന്ന് പ്രതീക്ഷിക്കാം. ശ്യാം, കൊച്ചിയിൽ മാത്രം, എറണാകുളത്ത് മാത്രം 700 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനന്തു കൃഷ്ണന്റെ ഒരു അക്കൗണ്ടിൽ 400 കോടി രൂപ വന്നിട്ടുണ്ട്, 4 കോടിയേ ബാക്കിയുള്ളൂ എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇയാളുടെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ, അതല്ല ഇരയാക്കപ്പെട്ടവർ, ഈ തട്ടിപ്പിൽ ചതിക്കപ്പെട്ടവരുടെ കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ? എന്താണ് എറണാകുളത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ശ്യാം? ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന തട്ടിപ്പിന് അപ്പുറത്തേക്ക് പോകുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാരണം 700 കോടി എന്നുള്ളത് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു തുകയാണ്. അതിനു മുകളിലുള്ള രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ മറ്റ് കണക്കുകളുമൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതിനു വേണ്ടി കൂടിയാണ് പോലീസ് നാളെ മൂവാറ്റുപുഴ കോടതിയിൽ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകാൻ പോകുന്നത്. ഏകദേശം 1000 കോടി രൂപയിലേറെ ഇയാൾ സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ വിവരം. അതിന് മുകളിൽ പോയാലും സംശയിക്കേണ്ട എന്നുള്ളതാണ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ഇപ്പോൾ നിലവിൽ പറവൂരിലാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1200-ലധികം എഫ്ഐആറുകളാണ് പറവൂരിൽ മാത്രമുള്ളത്. മൂവാറ്റുപുഴയിൽ ഏകദേശം 800-ലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, ആലുവയിൽ കേസുകളുണ്ട്, കളമശ്ശേരിയിൽ കേസുണ്ട്. അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ മാത്രം 2000-ലധികം എഫ്ഐആറുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുതിയ പരാതികൾ വരുന്നുണ്ട്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എറണാകുളം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നു, മൂവാറ്റുപുഴയിലേക്ക് പല ജില്ലകളിൽ നിന്നും ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കൊച്ചി കലൂരിലെ ഒരു ഫ്ളാറ്റിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം സൂക്ഷിച്ചിരുന്നത്. അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തതോടുകൂടി ചാക്കിലാക്കിയ ഈ രേഖകളെല്ലാം അവിടെ നിന്ന് ഒരു യുവതിയുടെ നേതൃത്വത്തിൽ കടത്തുകയായിരുന്നു. പക്ഷേ പോലീസ് അവരെ പിടികൂടുകയും ഈ രേഖകളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 8 ചാക്കുകളിലാക്കിയാണ് ഈ രേഖകൾ സൂക്ഷിച്ചിരുന്നത്. അതിപ്പോൾ പോലീസ് ക്രോഡീകരിച്ച് പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് അന്വേഷണ സംഘം പറയുന്നത് ഈ തട്ടിപ്പിന്റെ തുക ഇനിയും ഉയരാം എന്നുള്ളത് പ്രധാനമായും പറയുന്നത്. നിലവിൽ 3.25 കോടി രൂപയാണ് ഒരു അക്കൗണ്ടിൽ ഫ്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മറ്റൊരു അക്കൗണ്ടിൽ നടന്ന ട്രാൻസാക്ഷൻ മാത്രമാണ് ഏകദേശം 400 കോടി രൂപയ്ക്കടുത്ത് നടന്നിരിക്കുന്നത്. കൊച്ചിയിലുള്ള ഒരു കലൂരിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ബാങ്കിലാണ് ഈ അക്കൗണ്ടുകളെല്ലാം എടുത്തിരുന്നതും ഈ തട്ടിപ്പ് പണം എത്തിയിരുന്നതും. ശരി ശ്യാം, ഏതായാലും ശ്യാം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് എറണാകുളത്ത് മാത്രം ഏതാണ്ട് 2000-ലധികം എഫ്ഐആറുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പോലീസ്. ഇതര ജില്ലകളിൽ നിന്ന് പോലും എത്തി ഇയാൾക്കെതിരെ തട്ടിപ്പിന്റെ കാര്യത്തിൽ പരാതികൾ പോലീസിന് നൽകുന്നു എന്നതാണ് പുതുതായി കിട്ടുന്ന വിവരം. 8 ചാക്കുകളിലാക്കി കൊച്ചി കല്ലൂരിലെ ഫ്ളാറ്റിൽ ഈ രേഖകളൊക്കെ സൂക്ഷിക്കുകയും അത് കടത്താൻ ഒരു യുവതി ശ്രമിക്കുകയും ചെയ്തു. അത് പോലീസ് കൈയോടെ പിടികൂടുകയും ഈ 8 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന രേഖകൾ ഒന്നൊന്നായി പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. എസ് ശ്യാംകുമാർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.